എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് ഇറങ്ങാൻ പോകുന്ന OTT ഫിലിംസ് മലയാളം അതിനെക്കുറിച്ച്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇന്ന് എൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ എല്ലാവരും അനുഗ്രഹവും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് സിനിമയിലേക്ക് കിടക്കാം. നമ്മൾ പുഷ്പ 2, ഫസ്റ്റ് ഓഫ് ഓൾ പുഷ്പ 2 അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ യൂട്യൂബിൽ ഇറങ്ങിയിട്ടുണ്ട്. 24 ലക്ഷം പേർ കണ്ടു. ഹിന്ദി പതിപ്പാണ് ഇറങ്ങിയിട്ടുള്ളത്. എന്നിട്ട് പിന്നീട് അത് 24 ലക്ഷത്തോളം ആൾക്കാർ കണ്ടിരിക്കുകയാണ് ആ സിനിമ യൂട്യൂബിൽ നിന്ന്. എന്നിട്ട് അതിന് ശേഷം ഇപ്പോൾ പുഷ്പ 2ൻ്റെ ടീംസ് അത് ഡിലീറ്റ് ചെയ്തെന്നാണ് പറഞ്ഞത്. ഇനി ഇതേമാതിരി ആവർത്തിക്കുകയാണെങ്കിൽ ഏതെങ്കിലും സിനിമയിൽ ഇതേമാതിരി യൂട്യൂബിലോ മറ്റിതിലോ ഇടുകയാണെങ്കിൽ അതിന് നിയമ നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് പറഞ്ഞത്. കാരണം 1000 കോടി ക്ലബിലേക്ക് കടന്ന പടമാണ് പുഷ്പ 2. അപ്പോൾ ആളാകെ ഒരു ടയർഡ് ഫീൽ ചെയ്യുമല്ലോ. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് അതെല്ലാം ശരി തന്നെ. ഇപ്പോൾ പടം നല്ലതോ പടക്കോ അതല്ല. ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു മര്യാദയൊക്കെ ഇല്ലേ ഇന്നത് ചോദിക്കുന്ന മാതിരി, ലൂസിഫറിൽ ചങ്ങായി ചോദിച്ചാൽ മാതിരി ഒരു മര്യാദയൊക്കെ വേണ്ട. അതേമാതിരി കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇട്ടുകൂടായിരുന്നു. 24 ലക്ഷം പേർ കണ്ട്. ഹിന്ദി പതിപ്പാണ് പുഷ്പ 2 ഇതായത്. ഇപ്പോൾ 1000 കോടി ക്ലബിൽ കയറിയ ഫിലിമാണ് പുഷ്പ 2. നമ്മളെ ഈ കേരളത്തിൽ മാത്രമേ വീണ്ടും ഞാൻ കേരളത്തിൽ മാത്രമേ ഒരു ആവറേജ് റെസ്പോൺസ് ഉള്ള പടമാണ്. ബാക്കി സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ബാക്കി എല്ലാ സ്ഥലത്തും നല്ല വൺപൻ ഹിറ്റായിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പടമാണ് പുഷ്പ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു. ഇനി അടുത്ത് പറയാൻ പോകുന്നത് നമ്മളെ ഇപ്പോൾ പറഞ്ഞ കഥ ഇതുവരെ എന്ന് പറഞ്ഞാൽ കഥ ഇതുവരെ ബിജു മേനോനും നമ്മളെ നിഖില വിമല. അപ്പോൾ അതിന് ഏകദേശം ഒരു റൊമാൻറ്റിക് കോമഡി മൂവിയാണ്. അത് റൊമാൻറ്റിക് കോമഡി ഒരു ജോണറിൽ ഇറങ്ങിയ ഒരു പടമാണ്. തിയേറ്ററിൽ ആവറേജ് റെസ്പോൺസ് ഉള്ള, തിയേറ്ററിൽ അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉള്ള ഒരു പടമാണ്. അത് കിട്ടിയിട്ടുള്ളൊരു പടമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ OTT അവകാശം കിട്ടിയിരിക്കുന്നത് മനോരമ മാക്സിലാണ്. അത് ഇന്ന് ഇറങ്ങും. മനോരമ മാക്സിൽ OTT റിലീസ് ഇന്ന് ചെയ്യുന്ന പടമാണ് കഥ ഇതുവരെ എന്ന് പറഞ്ഞാൽ ബിജു മേനോനും നിഖില വിമലും. ഓക്കെ, പിന്നെ അടുത്ത് പറയാനുള്ളത് നമ്മളെ ഹണ്ട് എന്ന് പറഞ്ഞ പടം. ഹണ്ട് എന്ന് പറഞ്ഞാൽ ഷാജി കൈലാസ് ഡയറക്റ്റ് ചെയ്ത് കുറേ കാലമായി. അത് OTTയിൽ ഇറങ്ങിയതേ ഇല്ല. കുറേ കാലമായി തിയേറ്ററിലെല്ലാം നല്ല റെസ്പോൺസും ആവറേജ് ഒന്നും പറയാം. നല്ലൊരു പടമാണ്. ഹൊറർ ത്രില്ലർ പടമാണ്. അത് ഭാവനയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് അവതരിപ്പിച്ചൊരു സിനിമയാണത്. ഒരു കോളേജ് ബേസ്ഡ് സ്റ്റോറിയാണ്. എന്തായാലും കുറേ ആൾക്കാർ കട്ട വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു പടമാണ്. ഗ്യാരണ്ടിയാണ് ഹണ്ട് എന്ന് പറഞ്ഞ പടം. ഹൊറർ ത്രില്ലറാണ്. അതിൻ്റെ അത് പിന്നെ അഭിനയിച്ചിരിക്കുന്ന രഞ്ജി പണിക്കറുണ്ട്. പിന്നെ അങ്ങനെ ഉടനീളം നല്ല നല്ല ക്യാരക്ടർ ചെയ്യുന്ന രഞ്ജി പണിക്കർ, കോട്ടയം നസീർ, അങ്ങനെയുള്ള കുറേ നല്ല സ്റ്റാർസ് ഉണ്ട്. പിന്നെ അതിഥി ദേവി, ഇങ്ങനെയുള്ള ആൾക്കാർ അഭിനയിക്കുന്നുണ്ട്. നല്ലൊരു പടമാണത്. അത് കിട്ടിയിരിക്കുന്നത് ആമസോൺ പ്രൈമിനാണ്. ഡിസംബർ 24 അത് ഇറങ്ങും. ആമസോൺ പ്രൈമിൽ ഡിസംബർ 24 OTT റിലീസാകുന്ന ഒരു പടമാണ് ഞാനിപ്പം പറഞ്ഞിട്ടുള്ളത്. ഹണ്ട് ഭാവനേൻ്റെ കുറേ കാലത്തിന് മുന്നേ തിയേറ്ററിൽ ഇറങ്ങിയ പടമാണ്. പക്ഷേ ഇതുവരെ OTT അവകാശം ആർക്കും കിട്ടിയിട്ടുമില്ല. ഇപ്പം കിട്ടിയിരിക്കുന്നു. ഡിസംബർ 24 ക്രിസ്മസിൻ്റെ തലേന്ന് ഡിസംബർ 24 OTT റിലീസ് ഹണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ഇറങ്ങാൻ പോകുന്ന പടങ്ങൾ. പിന്നെ ഡിസംബർ 25 കുറേ പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. എൻ്റെ മുന്നേയുള്ള വീഡിയോസ് കണ്ടാൽ തിരിയും. പണി, ബോഗിയൻവില്ല, ഇങ്ങനെയുള്ള കുറേ ഇറങ്ങിയിരിക്കുന്ന പടം. പിന്നെ ഹലോ മമ്മിയെല്ലാം അത്യാവശ്യം നല്ല റേഞ്ചിൽ ഇപ്പോൾ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പടമാണ്. ഹലോ മമ്മി അല്ല അത്യാവശ്യം മോശമില്ലാത്ത. അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഹലോ മമ്മി എൻ്റെ ഇന്നലത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെല്ലാമാണ് അപ്ഡേറ്റ്സ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ 2 പടവും ഞാൻ പറഞ്ഞില്ലേ. ഒന്ന് ബിജു മേനോൻ്റെ കഥ ഇതുവരെ നല്ലൊരു ആവറേജ് റെസ്പോൺസിലാണ്. നല്ലൊരു വെയിറ്റിംഗ്. കുറേ എനിക്കൊന്ന് ഫാമിലീസൊക്കെ വെയിറ്റിംഗ് ചെയ്യുന്ന ഒരു പടം തോന്നുന്നു കഥ ഇതുവരെ. അപ്പോൾ അത് ഇന്ന് റിലീസാകുന്ന പടമാണ് അത് OTTയിൽ. അപ്പോൾ അതിൻ്റെ OTT മനോരമ മാക്സിലാണ്. ചിലപ്പോൾ നമ്മളെ മിനി സ്ക്രീനിൽ എപ്പോഴാണ് ഇറങ്ങുമെന്ന് അറിയില്ല. ഓക്കെ, പിന്നെയുള്ള അപ്ഡേറ്റ്സ് വേറെ ഒന്നുമില്ല. പുഷ്പ 2നെ പറ്റിയിട്ട് കേട്ടപ്പോൾ ഒരു സങ്കടം തോന്നി. കാരണം 1000 കോടി ക്ലബിലൊക്കെ കിടന്ന സിനിമ പെട്ടെന്ന് അത് യൂട്യൂബിൽ കയറി 24 ലക്ഷം ആൾക്കാർ അത് കണ്ടു എന്ന് പറയുമ്പോൾ ആ ഒരു എൻ്റയർ ക്രൂ, പുഷ്പൻ്റെ 2ൻ്റെ എൻ്റയർ ക്രൂവിന് എന്തൊരു ഇതായിരുന്നു. നമുക്കൊരു ചെറിയ ഷോർട്ട് ഫിലിം തന്നെ നമ്മൾ ഇറക്കിയിട്ട് നമ്മൾ അതിൻ്റെ വ്യാജന അല്ലെങ്കിൽ നമ്മളതിൻ്റെ കോപ്പി എടുത്തിട്ട് ഇതാക്കുമ്പോൾ എത്ര വിഷമമുണ്ട്. ചെറിയ ഒരു ഇത് 2-3 കൊല്ലത്തെ ഒരു പ്രയത്നമല്ലേ. നമ്മൾ കേരളത്തിൽ വിജയിച്ചോ ആവറേജോ അതൊന്നുമല്ല നമുക്ക് പറയുന്നത്. ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ
അതെല്ലാം ചെയ്യുന്ന ഒരു തെറ്റ് തന്നെയാണ്. കാരണം ഒരാളെ ജീവിതത്തിൻ്റെ ഒരു സൈഡിലൊരു പ്രയത്നമല്ലേ അതൊക്കെ. കുറേ ആൾക്കാർ, കുറേ മനുഷ്യന്മാർ ആ സിനിമേൻ്റെ ഇത് കണ്ടെത്തിയിട്ടില്ലല്ലോ. അപ്പോൾ അത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ.